നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ. കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എഡ്യൂക്കേഷനിൽ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൃതജ്ഞത. അപ്പോൾ ആരോടാണ് നമ്മൾ കൃതജ്ഞരാവേണ്ടത്? ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരക്ഷാക്ഷര ഏവച ക്ഷരഃ സർവാണി ഭൂതാനി ഊഢസ്ഥോക്ഷര ഉച്യതേ എന്ന് പറയുന്നു. ലോകത്തിൽ രണ്ട് പുരുഷന്മാരുണ്ട്. ക്ഷരം നശിക്കാത്തതും അതുപോലെ നശിക്കുന്നതും. ക്ഷരവും അക്ഷരവും. അതിനുശേഷം ഭഗവാൻ പറഞ്ഞു ഉത്തമ പുരുഷസ്ത്വന്യ പരമാത്മേത്യുദാഹൃത. ഉത്തമ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഇതൊന്നും വ്യത്യസ്തമാണ്. എല്ലാ ലോകങ്ങളെയും വ്യാപിച്ചു കിടക്കുന്നതാണ് ഉത്തമ പുരുഷൻ. ക്ഷരവും അക്ഷരവും രണ്ടും ആണ്, രണ്ടും ട്രാൻസെൻഡ് ചെയ്യുന്നു. ദ്വൈതവുമാണ് അദ്വൈതവുമാണ്. മരപ്രഭുവുമാണ് അമരപ്രഭുവുമാണ്. സ്പിരിച്വാലിറ്റിയാണ് മെറ്റീരിയലിസമാണ്. രണ്ടുമാണ്. അപ്പോൾ ഏതാണ് പ്രധാനം എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ആരാണ്? ആ ഉത്തമ പുരുഷൻ. ആരാണ് ഉത്തമ പുരുഷൻ? എൻ്റെ ഈ എക്സ്പ്രഷൻ, അതാണ് ഉത്തമ പുരുഷൻ. നമ്മൾ ഞാൻ എന്ന് പറയുമ്പോൾ ഞാനാണ് ശരിക്കും ആ അക്ഷരമായിട്ടുള്ള അവസ്ഥ. നാശമില്ലാത്തതിൻ്റെയും നാശമുള്ളതിൻ്റെയും ഇടയിൽ നിൽക്കുന്ന കസ്പ്. ഞാൻ നാശമില്ലാത്തതിലേക്ക് ഉയരുന്നു. എന്നാൽ നാശം ഉണ്ട് എന്ന് പറയുന്നതിനെ നമ്മൾ തിരസ്കരിക്കുന്നില്ല. അപ്പം എനിക്ക് വരാം, വരാതിരിക്കാം. ചോയ്സ് എൻ്റെ കയ്യിലാണ്. ആ ഒരു സ്റ്റേറ്റാണ് ശരിക്കും ഉത്തമ പുരുഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഫൗണ്ടേഷനാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ക്രിയേറ്റർ, ഗ്രാറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എ ക്രിയേഷൻ. നമ്മുടെ ഉള്ളിലൊരു ക്രിയേറ്റർ ഉണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. ഒരു സ്രോതസ്സുണ്ട്. ആ സ്രോതസ്സിനെ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ്? ഞാനാണ്. അപ്പോൾ ക്രിയേഷന് ശക്തി നൽകുന്ന സോഴ്സ് എന്ന് പറയാം. ക്രിയേറ്റർ എന്ന് പറയുന്നതിന് ക്രിയേഷന് ശക്തി നൽകുന്ന സോഴ്സിനും എനിക്ക് എക്സ്പ്രസ് ചെയ്തിട്ട് അനുഭവിക്കാൻ സാധിക്കുന്ന ഈ ക്രിയേഷനും. ഈ ക്രിയേഷനിൽ അനുഭവിക്കുമ്പോൾ ഞാൻ ക്രിയേറ്ററിൻ്റെ ലെവലിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ സോഴ്സിലേക്ക് വരുന്നു. ഒരിക്കലും എത്താത്ത ഒരു യാത്ര. ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. ഞാനില്ലാതെയാവുന്നൊരവസ്ഥ. സ്രോതസ് മാത്രം നിലകൊള്ളുന്നു. അങ്ങനെ ഒരു അവസ്ഥയില്ല. അങ്ങനെ അവസ്ഥയുണ്ടോ
എന്ന് ചിന്തിക്കാൻ പറ്റില്ല, സങ്കല്പത്തിനപ്പുറമാണ്. അതുകൊണ്ട് അബ്സല്യൂട്ട് എന്ന് പറയുന്നത് വെറും ഒരു സങ്കല്പം മാത്രമാണ്. അങ്ങനെ ഒന്നും ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാനുണ്ട്. അപ്പോൾ എൻ്റെ പ്രോഗ്രസ്സിൽ എൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ശ്രദ്ധ, സ്വഭാവം ആണ് ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞത. മഹാത്മാഗാന്ധിജിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നെ വല്ലാതെ സ്പർശിച്ചിട്ടുണ്ട്. അഹിംസ ഇസ് മൈ ഫെയ്ത്ത് ആൻഡ് ക്രീഡ്. ഫെയ്ത്ത് മാത്രമല്ല, എൻ്റെ ക്രീഡാണ്, എൻ്റെ ഫൗണ്ടേഷനാണ്. അതായത് ആ ഫ്ലോ ആണ് ഞാൻ. ഏത് സ്റ്റേറ്റിൽ നിന്നാലും ഞാൻ അഹിംസയിലാണ്. ഞാൻ ഏറ്റവും ലോവർ സ്പീഷീസിലാണെന്ന് വിചാരിക്കുക, പക്ഷെ അവിടെയും ഞാൻ അഹിംസയിലാണ്. ഇപ്പോൾ മൃഗങ്ങളുടെ ഇടയിൽ ഹിംസയില്ല, നമ്മൾ ഹിംസ ജന്തുക്കൾ എന്ന് പറയുന്നു. അവിടെ ഹിംസ ജന്തുക്കളൊന്നുമില്ല, അവർക്ക് ഹിംസ ചിന്തയൊന്നുമില്ല. വിശക്കുമ്പോൾ ഒരു കടിച്ച് തിന്നുന്നുണ്ട്, അല്ലാതെ അത് ആലോചിച്ചുകൊണ്ടിരിക്കില്ല ആ മാനിനെ കൊല്ലണം. മാൻ ആലോചിക്കുകയാണ് ഈ സിംഹത്തിനെ ഞാൻ പകരം വീട്ടണം. ഒരു ചെടി വിചാരിക്കുകയാണ് അടുത്ത ചെടീനെ ഉപദ്രവിക്കണം. ഒന്നുമില്ല, അവരുടെ എവല്യൂഷനിൽ ശ്രദ്ധിക്കും. പക്ഷെ അവർക്ക് അടുത്തുള്ള മറ്റുള്ളവരുടെ എവല്യൂഷനെ പറ്റി ചിന്തയില്ല, അതിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. നാച്ചുറൽ എക്സ്പ്രഷൻ, അവർ ഹിംസയില്ല. മനുഷ്യരിലെത്തുമ്പോൾ ക്രിയേഷൻ എന്ന് പറയുന്ന ഭാഗത്തേക്ക് ഞാൻ തിരിയുന്നു. അതുവരെ ഇതില്ല, ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഫ്ലോ ചെയ്ത് വരികയാണ്. ഇവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് ഒരു ടേണാണ് ക്രിയേഷനിലേക്ക്. നമ്മൾ സൃഷ്ടിച്ച ഭാഗത്തേക്ക് നോക്കുകയാണ്. എന്നിട്ട് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിയാണ്. അപ്പോൾ തോന്നുകയാണ് എനിക്കിതൊക്കെ പ്രിസർവ് ചെയ്യണം. ഞാൻ സൃഷ്ടിയുടെ കൂമ്പാലുണ്ടാക്കി, എന്നിട്ട് അതിൽ തന്നെ ഡിപ്പെൻഡൻ്റ് ആക്കി. ഇപ്പോൾ നമ്മൾ AI കുറിച്ച് ചിന്തിച്ചു, ഡിസ്കസ് ചെയ്തു. AI ക്രിയേറ്റ് ചെയ്തിട്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുകയാണ് AI എന്നെ ഭരിക്കുമെന്ന്. നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത കാര്യം നമ്മളെ ഭരിക്കുമെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. ഞാനൊരു ഡ്രസ്സ് വാങ്ങിയിട്ടു, ഈ ഡ്രസ്സ് എന്നെ ഭരിക്കുമോ, ഇതെനിക്ക് ബുദ്ധിമുട്ടാവുമോ എന്ന് വിചാരിച്ച് എപ്പോഴും രാവിലെ തൊട്ട് കരയാൻ തുടങ്ങിയാൽ ഈ ഡ്രസ്സ് എനിക്ക് ബുദ്ധിമുട്ടാവും. എങ്ങനെയാണ് ബുദ്ധിമുട്ടാവുന്നത്? ഞാനാണ് അതിന് ബുദ്ധിമുട്ടാകുന്നത്. അറ്റാച്ച്മെൻറ്റ്. അതാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ അറ്റാച്ച്മെൻറ്റ് ടു ദ ക്രിയേഷൻ. ഇനി അറ്റാച്ച്മെൻറ്റ് ടു ദ ക്രിയേറ്റർ ആണെങ്കിലോ, ഈശ്വരനിലേക്ക് അറ്റാച്ച്ഡ് ആണ്. ഈശ്വരനെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുന്നു. ഞാൻ ഈശ്വരന് മാത്രമേ ഗ്രാറ്റിറ്റ്യൂഡ് കഴിയും. ചിലരുണ്ട്, ഞാൻ കുമ്പിടുകയാണെങ്കിൽ ഈശ്വരന് മാത്രമേ കുമ്പിടുള്ളൂ, ക്രിയേഷൻ്റെ മുമ്പിൽ ഞാൻ ഒരിക്കലും കുമ്പിടില്ല. അത് ശരിയാണോ? എന്നിലൂടെ എക്സ്പ്രസ് ചെയ്ത ഈ ക്രിയേഷനെ ഞാൻ സ്നേഹിക്കണ്ടേ, ലവ് ചെയ്യണ്ടേ? അമ്മയാണ് ഉദാഹരണം. അമ്മ അച്ഛനെയും സ്നേഹിക്കുന്നു, കുട്ടികളെയും സ്നേഹിക്കുന്നു. ആരോടാ കൂടുതൽ സ്നേഹം ചോദിച്ചാൽ കുടുങ്ങിപ്പോവും. കുട്ടികളാണ് സ്നേഹത്തിൽ ഇവോൾവ് ചെയ്യാൻ അനുവദിക്കുന്നത്, പക്ഷെ അച്ഛനാണ് ഇതിൻ്റെ കാരണക്കാരൻ. അപ്പോൾ രണ്ടുപേരോടും സ്നേഹമുണ്ട്, എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ക്രിയേറ്ററോട് സ്നേഹമുണ്ടോ വെച്ചാൽ ക്രിയേഷനോട് സ്നേഹം ഇല്ലാണ്ടായി മാറില്ല. അതുകൊണ്ടാണ് ലാലാജി മഹാരാജിന് ക്രിയേറ്ററിനോടുള്ള സ്നേഹം നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ക്രിയേഷനിൽ നമ്മൾ പെരുമാറുമ്പോഴാണ്. കാരണം ക്രിയേറ്റർ ഞാൻ തന്നെയാണ്, എൻ്റെ ഹയർ സ്റ്റേറ്റ്സാണ്. ഇതൊക്കെ വളരെ ട്വിസ്റ്റിംഗ് ആയിട്ട് തോന്നാം, പക്ഷേ പ്രധാനപ്പെട്ട വ്യക്തി ഞാനാണ്. ഞാൻ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആവണം എല്ലാത്തിനോടും എന്നുള്ളതാണ് മനസ്സിലാക്കണം. അവർ എഡ്യൂക്കേഷനിൽ വേണ്ടത് ഓരോന്നിനോടും ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം പ്രദാനം ചെയ്യുന്ന സ്രോതസ്സിനോട് അങ്ങനെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുന്നു. അപ്പോൾ രണ്ട് ഭാഗങ്ങളുണ്ട് സഹജമാർഗത്തിൽ. ഒന്നെന്ന് പറഞ്ഞാൽ സോഴ്സിൽ കണക്ട് ചെയ്തിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുകയാണ്, മെഡിറ്റേറ്റ് ചെയ്യുന്നു, പ്രയർഫുൾ സ്റ്റേറ്റിലെത്തുന്നു. പക്ഷെ അവിടെ അവസാനിക്കുന്നില്ല. കണ്ണ് തുറന്ന് ജാഗ്രത അവസ്ഥയിൽ വന്നിട്ട് പ്രപഞ്ചത്തിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ സ്നേഹത്തോടെ ആ സ്നേഹം നൽകിക്കൊണ്ട് ഇവിടെ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുന്നു. നിങ്ങളെല്ലാം ആണ് എന്നെ ഈ എക്സ്പ്രഷന് സഹായിക്കുന്നത്. മാസ്റ്റർ നോക്കിയാലറിയാം, മാസ്റ്റർ നമ്മളോട് ചോദിക്കുകയാണ് കോപ്പറേറ്റ് ചെയ്യുന്നത്. വിസ്പേഴ്സ് ഓൺ ദ റൈറ്റ് വേൾഡ് ബാബുജി മഹാരാജ് ചോദിക്കുന്നുണ്ട്, വിൽ യു കോപ്പറേറ്റ് വിത്ത് അസ്? കാരണം അവരുടെ ഉയർച്ചയ്ക്ക് ക്രിയേഷൻ കൂടുതൽ ബ്യൂട്ടിഫൈ ചെയ്യുമ്പോൾ ആ സോഴ്സിനെ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നു, എക്സ്പ്രഷൻ കൂടി വരുന്നു. ആ മാസ്റ്റേഴ്സ് പ്രോഗ്രസ് ചെയ്യുന്നു, ഇവോൾവ് ചെയ്യുന്നു. ചാരിജി മഹാരാജിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, മാസ്റ്റേഴ്സ് ഓൾസോ ഇവോൾവ് എന്നാണ്. അപ്പോൾ അവതാരങ്ങളുടെ സ്കീം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അവർ ക്രിയേഷനിലുള്ള അവരുടെ എക്സ്പ്രഷൻ കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യുന്നു പല രീതികളിലും. ഇതിനൊരു അവസാനമില്ല. ആശ്ചര്യത്തോടെ അവർ തന്നെ കാണുന്നു എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. അപ്പോൾ ആ സോഴ്സ് എൻ്റെ ഉള്ളിലാണ്. എൻ്റെ ക്രിയേഷൻ, എൻ്റെ പുറത്ത് കാണുന്ന ക്രിയേഷൻ്റെ സിലബസും എൻ്റെ ഉള്ളിൽ, രണ്ടും എൻ്റെ ഉള്ളിലാണ്. അതിൻ്റെ എക്സ്പ്രഷൻ ആൻഡ് അതിൻ്റെ പൊട്ടൻഷ്യൽ ഫോം. ഇപ്പോൾ രണ്ടിനോടും കൃതജ്ഞത പുലർത്തണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ പ്രദാനം ചെയ്യുന്ന
നമ്മൾക്ക് എല്ലാ എക്സ്പീരിയൻസും തരുന്ന ചുറ്റുമുള്ള ലോകത്തിനോടും ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്ന എൻ്റെ ഉള്ളിലെ പൊട്ടൻഷ്യലായിട്ടുള്ള സീഡിനോടും ഞാൻ കൃതജ്ഞനാണ്. അതാണ് ഹ്യൂമിലിറ്റി അത് എൻ്റെ സ്വഭാവമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എൻ്റെ സ്വഭാവമാണ്. അതെൻ്റെ അണ്ടർലൈൻ റിവറായിട്ട് മാറണം. അപ്പോഴേ നമ്മൾ ശരിക്കൊരു മാധ്യമമായിട്ട് മാറും. ഗ്രേസ്, കൃപ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരല്ല, ഗ്രേസിൻ്റെ മാധ്യമമായി മാറും. ഗ്രേസ് തന്നെ മാറും. നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ ഗ്രേസ് നടക്കുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നതായിട്ട് എല്ലാവരും നമുക്ക് അത്ഭുതമൊന്നുമില്ല, കാരണം സംഭവിക്കേണ്ടത് സംഭവിക്കുന്നു. അപ്പോൾ ശരിക്കും ഒരു ഡിവൈൻ വേൾഡ് ഈ ലോകത്തിൽ വരിക എന്നുള്ളത് ഈ ഞാൻ എന്നുള്ള ഈ വ്യക്തിത്വത്തിൻ്റെ ഓരോരുത്തരും ശരിക്കും സെപ്പറേഷൻ, എല്ലാവരും ഒന്ന് തന്നെയാണ്. ആ ഓരോ വ്യക്തിത്വത്തിൻ്റെയും ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി അതാണ് ശരിക്കും. ഈ ലോകത്തെ ബ്രൈറ്റർ വേൾഡ് പോലെ കാണുക, ഈശ്വരനെ കാണുന്നതാണ് ലോകം കാണുക, ലോകം കാണുന്നതാണ് ഈശ്വരനെ കാണുക. യോമാ പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സച മേന പ്രണശ്യതി എന്നാണ് ഭഗവത്ഗീത. മേ, അഹം എന്നുള്ള വാക്കാണ് നമ്മളിതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഞാനാണ് ഏറ്റവും ഇതിൽ ഇവോൾവ് ചെയ്യുന്നത്, ശ്രദ്ധിക്കുന്നത് എൻ്റെ എവല്യൂഷൻ, മൈസെൽഫ് എന്ന് ദാജി പറഞ്ഞു. ദാറ്റ് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അത് എവിടെ എത്തി എന്നുള്ളത് ഓരോ നിമിഷവും ശ്രദ്ധിച്ചത് ഞാൻ ആ മാധ്യമമായി മാറുന്നുണ്ടോ, ഇങ്ങോട്ടും അങ്ങോട്ടും ക്രിയേഷനിൽ നിന്നും സോഴ്സിൽ നിന്നും വരുന്ന ഫ്ലോനെ ഞാൻ ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ. ഇൻട്രോസ്പെക്റ്റീവ്. നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.